ഒരു പേൾ വൈറ്റ് സ്വിഫ്റ്റിന്ന് ഫുൾ പെയിൻറ്റിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാഹനത്തിൽ കുറേ ഡെൻ്റ് ഉണ്ട്, കുറച്ച് റെസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. കുറേ ഫിറ്റിങ്സ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫിറ്റിങ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഡസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെൻറ്റും ക്ലിയർ ചെയ്തു. ഇപ്പോൾ പെയിൻറ്റിങ് പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെയിൻറ്റിങ്ങിൽ പേൾ വൈറ്റ് കളറാണ് ഇച്ചിരി കൂടി റേറ്റ് കൂടുതലാണ്. സാധാരണ കളറിനെ അപേക്ഷിച്ച് പേൾ വൈറ്റിന് ഒരു ഇത്തിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ നല്ലൊരു ഫിനിഷിംഗ് ആണ് പേൾ വൈറ്റ് വാഹനങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നൊരു സ്വിഫ്റ്റാണിത്. അപ്പോൾ ഈ സ്വിഫ്റ്റിൻ്റെ ബോണറ്റൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ടാണ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അത്രയും നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ഓരോരോ ഏരിയ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള സ്യൂൽ മാർക്സ് അല്ലെങ്കിൽ ഡസ്റ്റ് എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഓരോരോ കുഞ്ഞു പോർഷൻസ് ആയിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാഹനം നിലവിൽ ഫുള്ളി മാറ്റ് കണ്ടീഷനിലാക്കിയിട്ടേക്കാണ് നമ്മൾ വാട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട്. അതിൻ്റെ മീതിലുള്ള ഡസ്റ്റും ഓറഞ്ച് പീൽ ഫിനിഷിങ് എല്ലാം മാറി ഒരു കമ്പനി ഫിനിഷിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഒരു ഷോറൂം അപ്പിയറൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാറ്റാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പെയിൻറ്റിനെ റീസ്റ്റോർ ചെയ്തെടുക്കാം. ഭയങ്കര സ്മൂത്തി ആക്കിയിട്ടുള്ളൊരു പോളിഷിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2-3 സ്റ്റെപ്പിലൂടെയുള്ളൊരു പോളിഷിംഗ് ആണ് നമ്മൾ ഈ വാഹനത്തിന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്.